ഇന്നത്തെ റെസിപ്പി ഉമ്മാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഉമ്മാന്റെ കൈപ്പുണ്യം അനുസരിച്ചിട്ടാണ് എനിക്കിന്ന് അത് ആസ്വദിച്ചെന്ന് കഴിക്കാൻ പറ്റുക. അപ്പോൾ ബിരിയാണീൻ്റെ ശേഷം സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ആക്ച്വലി നല്ല ടൈം കൺസ്യൂമിംഗ് ആയ ഒരു റെസിപ്പിയാണ്. ഇതിന് പ്രെപ്പിങ്ങിനാണ് ആക്ച്വൽ ടൈം കൺസ്യൂമിംഗ് ആവുക. ഇന്ന് ഉമ്മ കുക്കാക്കുന്നതുകൊണ്ട് തന്നെ പ്രെപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ആയിരുന്നു. ഇതിന് എല്ലാ വെജിറ്റബിൾസ് ഒന്ന് ക്ലീൻ ആക്കി ചോപ്പാക്കി എടുക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം സമയമാവും. അതുകൊണ്ട് തന്നെ ഇത് വീക്കെൻഡ് മോർണിംഗ്സിലാണ് പൊതുവെ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുക്കറിലേക്ക് ഗീ ഇട്ടതിന് ശേഷം ഓണിയൻ അങ്ങ് ഇട്ട് അതൊന്ന് മയങ്ങി വന്നതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആയ ക്യാരറ്റ്, ബീൻസിൻ്റെ പൾസസ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടെടുത്തിട്ട് മിൻസ്ഡ് ചിക്കനും ഇട്ടെടുത്തതിന് ശേഷം പുതിന ഇല, മല്ലിയില, പിന്നെ ദിൽ ലീവ്സ് എന്ന് പറഞ്ഞിട്ട് വരും. അത് മലയാളത്തിൽ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിലൊന്ന് ചെക്കാക്കി നോക്കാം. എന്നതിന് ശേഷം മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഞങ്ങളെ റൈസ്, ജീരകശാല റൈസും പിന്നെ ചെറുപയർ പരിപ്പും ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതും ഇട്ട് ടേമറിക് പൗഡർ അങ്ങ് ഇട്ടെടുത്തിട്ട് കസ്തൂരി മേത്തി ഇട്ട് ഒരു വിഷലിലേക്ക് കുക്കറിൽ അങ്ങ് വെച്ചാൽ ഞങ്ങൾ ഡിഷ് അങ്ങ് റെഡിയായി കിട്ടും. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ മാഗി എങ്ങനെയാണ് ഉണ്ടാകുക ആ ഒരു കൺസിസ്റ്റൻസിയാണ്. മൊത്തത്തിൽ ലിക്വിഡും അല്ല, എന്നാൽ മൊത്തത്തിൽ ഒരു തിക്കും അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതിന് ഞങ്ങൾക്ക് കോമ്പിനേഷൻ ആയിട്ട് ഗ്രീൻ ചട്നിയാണ് സൈഡിൽ വെച്ചിട്ട് ഞങ്ങൾ കോമ്പിനേഷൻസ് ആയിട്ട് കഴിക്കുക. മേലെ ചൂടോടെ തന്നെ നല്ല ഗീ ഇട്ടിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടി. ആക്ച്വലി ഈ ഡിഷ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഗീനോട് സ്നേഹം അങ്ങ് വരാൻ തുടങ്ങിയത്. ബിക്കോസ് ചൈൽഡ്ഹുഡ് തന്നെ ഗീൻ്റെ സ്മെല്ലാകാത്ത ഞാൻ ഈ ഒരു ഡിഷിൽ നിന്നാണ് എനിക്ക് ഫേവറേറ്റ് ആയി മാറിയത്. അപ്പോൾ ഈ ഒരു ഡിഷിൻ്റെ പേര് ഗേദ എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ?